ശ്രീ വി കെ സനോജ് നോക്കൂ, 1458 പേർക്ക് സർക്കാർ നോട്ടീസ് നൽകിയിട്ടുണ്ടോ? അവരുടെ അക്കൗണ്ട്, അതായത് ഈ പെൻഷനും ശമ്പളവും ഒരുമിച്ച് വീഴുന്ന അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റിമേഷൻ നൽകിയിട്ടുണ്ടോ? ഈ അക്കൗണ്ടിലേക്ക് അനധികൃതമായി പണം വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാരണം ബോധിപ്പിക്കണമെന്ന് ഒരു നോട്ടീസ് നൽകുകയോ മറ്റ് നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തിട്ടുണ്ടോ? എന്താണ് സർക്കാർ അടിയന്തരമായി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ലിസ്റ്റ് ഫോർവേഡ് ചെയ്യുക എന്നതിനപ്പുറത്ത്? ഈ 1458 പേരെയും സർക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണോ നിങ്ങളെല്ലാം കൂടി ഇവിടെ പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടി നോക്കുന്നത്? ഒരാൾ രക്ഷപ്പെടാൻ വിടുന്ന പ്രശ്നമില്ല. ഈ 1458 പേരും തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ പേരിൽ വളരെ കൃത്യമായ വകുപ്പുതല അന്വേഷണം, അതിനെ തുടർന്ന് മറ്റ് നിയമപരമായ നടപടിക്രമങ്ങളിലേക്കും പോകും എന്ന് സംസ്ഥാന ഗവൺമെന്റ് ഭാഗമായി ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പാക്കില്ല എന്ന് നിങ്ങൾ ഒരു മുൻധാരണയോടുകൂടി പ്രചരിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പ്രതിപക്ഷവും BJPക്കും കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. എന്താ അജണ്ട? ഇവിടെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ക്ഷേമ പെൻഷൻ, സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർഭരണം ഉണ്ടാവാനും ഇടതുപക്ഷത്തിൽ ഒരു വിശ്വാസം ഉണ്ടാവാനും ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്ത അനുഭവം ഇവിടെ ഉണ്ടായി. അപ്പൊ എന്ത് വില കൊടുത്ത് ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും അജണ്ട. അത് നമ്മൾ കണ്ടല്ലോ. കേരളത്തിന് അർഹമായ നികുതി വിഹിതം ഉൾപ്പെടെയുള്ള 10,75,000 കോടി തടഞ്ഞു വെക്കപ്പെട്ട സന്ദർഭത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് എംപിമാരുടെ യോഗം വിളിച്ചു, പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവിന്റെയും യോഗം വിളിച്ചു. ആ യോഗത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവും VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇത് ഗൗരവമായ പ്രശ്നമാണ്, കേരളത്തിന്റെ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങുന്ന രൂപത്തിൽ കേന്ദ്രം സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ മറുപടി പറയാം എന്ന് പറഞ്ഞിട്ട് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾ പിന്നീട് എന്താ നിലപാട് സ്വീകരിച്ചത്? BJP കൂടെ ചേർന്നു, എന്നിട്ട് വ്യാപകമായ പ്രചരണം സംഘടിപ്പിച്ചു. അപ്പൊ അവർക്കൊരു ലക്ഷ്യമുണ്ട്, കേരളത്തിലെ മുടങ്ങണം, കേരളത്തിലെ റോഡ് വികസനം അട്ടിമറിക്കണം, കേരളത്തിലെ ഒരു വികസനവും നടക്കാൻ പാടില്ല, പെൻഷൻ മുഴുവൻ തട്ടിപ്പാക്കി സ്ഥാപിക്കണം. അത് അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യമാണ്. ആ ഗൂഢലക്ഷ്യത്തിന് മുന്നിൽ കേരളം കീഴ്പ്പെടും പ്രശ്നമില്ല. അങ്ങനെയൊന്നും ഇതിനെ തകർക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ 1458 എന്ന് പറഞ്ഞാൽ 62 ലക്ഷം പേർ വാങ്ങുന്ന പെൻഷനിൽ നടന്ന ക്രമക്കേടാണ്. ഒന്നാണെങ്കിൽ പോലും ഗൗരവമായി തന്നെയാണ്. അതിനകത്ത് ഗവൺമെന്റ് കാര്യങ്ങൾ കണ്ടെത്തുന്നു, ഇടപെടും എന്ന് പറയുന്നു. 62 ലക്ഷം പേരിൽ 1458 പേർ മാത്രമല്ല, അങ്ങ് ചെറുതാക്കി കാണിക്കരുത്. 1458 സർക്കാർ ജീവനക്കാർ എന്നുള്ളതാണ്. മറ്റനർഹരടക്കമുണ്ട് എന്ന കാര്യത്തിൽ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ധനമന്ത്രിക്കോ അതിൽ അവിശ്വാസമില്ല. അതുകൊണ്ടാണ് അത് പരിശോധിക്കാനുള്ള വലിയ വിപുലമായ ലിസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നത്. ഈ ക്ഷേമ പെൻഷൻ സംവിധാനം ആകെ തട്ടിപ്പ് എന്ന നില പ്രതിപക്ഷമോ കോൺഗ്രസോ BJPയോ സ്വീകരിച്ചതായി എനിക്ക് അറിവുള്ളതല്ല. അങ്ങനെ ഒരു ബോധ്യം സർക്കാരിനുണ്ട് എങ്കിൽ അങ്ങേക്ക് പറയാവുന്നതാണ്. പക്ഷേ അങ്ങ് തന്നെയാണ് പറയുന്നത് സർക്കാർ കണ്ടെത്തിയതാണ് എന്നുള്ളത്. അപ്പോ ഈ തട്ടിപ്പുണ്ട് എങ്കിൽ, അത് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഉന്നയിക്കപ്പെടില്ലേ? കേരളത്തിൽ ഇന്ന് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ അട്ടിമറിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് കോൺഗ്രസും BJPയും. അതുകൊണ്ടാണ് 75,000 കോടി രൂപ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കേണ്ട പണം കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചപ്പോ ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി സമരം നടത്തി, ഇടതുപക്ഷം സമരം നടത്തി. ആ സമരത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ MPമാരോ കോൺഗ്രസ് നേതൃത്വമോ പങ്കെടുത്തില്ല. പക്ഷേ കർണാടകയിലെ കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു കേരളം നടത്തുന്ന സമരം ശരിയാണ് എന്ന്. പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്ക് ശ്രീ ഉല്ലാസ് ബാബുവിനോട് അത് ചോദിക്കാം. ശ്രീ വി കെ സനോജ്, ശ്രീ ഉല്ലാസ് ബാബുവിനോട് അത് ചോദിക്കാം. പക്ഷെ കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണോ ക്ഷേമ പെൻഷനിൽ കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാ? നോക്കൂ, മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് 10,000 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട് എന്ന അടക്കമുള്ള കാര്യം, അല്ലെ? അതിലൊന്നും തർക്കമില്ലല്ലോ. ഈ പറയുന്ന അജണ്ടകളൊക്കെ നിരന്തരം ആരോപിക്കുന്നുണ്ട് എങ്കിലും. അപ്പോ ഒരൊറ്റ നിമിഷം ശ്രീ വി കെ സനോജ്, ശരി, പക്ഷേ അതുകൊണ്ടോ, ആ പണം തടഞ്ഞു വെച്ചത് കൊണ്ടോ, കേന്ദ്രം കണ്ണുരുട്ടുന്നത് കൊണ്ടോ, കൈ പോയിട്ട് വിരൽ പോലും അനക്കാൻ കഴിയാത്ത, ഞാൻ കോട്ട് ചെയ്താണ് പറയുന്നത്, ധനമന്ത്രിയുടെ വാക്കുകളാണത്, കൈ പോയിട്ട് വിരൽ പോലും അനക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് കൊണ്ടോ ആണോ ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതർ കടന്നുകൂടിയത്? അതോ കെടുകാര്യസ്ഥത കൊണ്ടാണോ?
ഞാൻ പറഞ്ഞത് ആ കെടുകാര്യസ്ഥതയെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. ആ കെടുകാര്യസ്ഥതയെ മുൻനിർത്തിയിട്ട് ഇത്ര ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട് 2500 രൂപ പെൻഷൻ കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ഈ ഇത്തരത്തിൽ നടത്തുന്ന പ്രചരണത്തെ തുറന്നു കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങ് ആ പ്രചരണത്തെ തുറന്നു കാണിച്ചോളൂ. പക്ഷേ ഇതാ നോക്കൂ, അത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വവുമാണ് ശ്രീ വി കെ സനോജ്. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ശ്രീ വി കെ സനോജ് നോക്കൂ, ശ്രീ വി കെ സനോജ് നോക്കൂ, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് കോൺഗ്രസും ബി ജെ പിയും. നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ്. ഞങ്ങൾ എന്ത് ചോദ്യം ചെയ്യണം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ശ്രീ വി കെ സനോജ് നോക്കൂ, ശ്രീ വി കെ സനോജ്, കോംപ്രമൈസ് ചെയ്യുന്ന പ്രസ്ഥാനമല്ല CPIM. ശ്രീ വി കെ സനോജ്, ശ്രീ വി കെ സനോജ് ഈ ക്രമക്കേടുമായി ഒരു തരത്തിലും യോജിച്ച് പോവില്ല. ശ്രീ വി കെ സനോജ്, സ്വീകരിക്കും. ശ്രീ വി കെ സനോജ്, ശ്രീ വി കെ സനോജ്, ഇങ്ങനെ ഒരു സംവിധാനത്തിൽ പിഴവുകൾ ഉണ്ട് എന്ന് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണല്ലോ കോൺഗ്രസും ബി ജെ പിയും. ഇങ്ങനെ ഒരു സംവിധാനത്തിൽ പിഴവുകളുണ്ട്, അത് നമ്മൾ കാണുന്നത് പോലെയല്ല, അതൊരു വലിയ പിഴവ് തന്നെയാണ്, വലിയ നമ്പറിൽ ആ പിഴവുണ്ട് എന്നത് സർക്കാർ കണക്കുകൾ അടക്കം പുറത്തേക്ക് വിടുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും മിണ്ടാതെ ഇരിക്കണോ? അവർക്കെന്താ രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിക്കില്ലേ? നിങ്ങളാണെങ്കിൽ ചെയ്യില്ലേ? നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ സംവിധാനം ഈ കോൺഗ്രസ് സർക്കാർ തന്നെ പുറത്തു കൊണ്ടുവന്ന കണക്കാണല്ലോ, അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കാമെന്ന് വിചാരിക്കുമോ? മിണ്ടാതിരിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തെ തുറന്നു കാണിക്കാൻ അവരുടെ താല്പര്യമാണ് ഞാൻ ചോദ്യം ചെയ്തത്. പ്രതിപക്ഷം ഇപ്പൊ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലെ പെൻഷൻ എല്ലാം, കേരളത്തിലെ ഈ പെൻഷൻ എല്ലാം വലിയ ക്രമക്കേടിലേക്ക് പോകുന്നു. നമുക്ക് ചോദിക്കാം രണ്ടുപേരോടും നമുക്കത് സംബന്ധിച്ച് ചോദിക്കാം. ശ്രീ വി കെ സനോജ്, ഞാൻ വരാം. അങ്ങയുടെ ഗവൺമെന്റിനെയാണ് താറടിക്കുന്നത് എന്ന് ജനങ്ങൾ. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, നോക്കുക, തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ പെൻഷൻ സ്കീം അപ്പാടെ ഞാൻ പറഞ്ഞോട്ടെ, പറയൂ. ഈ ചർച്ച ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പെൻഷൻ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി BJP ഗവൺമെന്റ് ഇടപെടുന്നു. അപ്പൊ BJP ഗവൺമെന്റ് കേരളത്തോട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു. 1600 രൂപ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോകുന്നു, ഡൽഹിയിൽ പോയി നേരിട്ട് സമരം നടത്തുന്നു. ആ സമരത്തോടും കോടതിയിലെടുത്ത നിലപാടോടൊക്കെ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ജനങ്ങളോട്. അത് നിങ്ങൾ തടസ്സപ്പെടുത്തണ്ട. അതുകൊണ്ട് പെൻഷന്റെ കാര്യത്തിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ സമരം നടത്താൻ ഡൽഹിയിൽ പോയത്. അതാ ഞാൻ പറഞ്ഞത്. DK ശിവകുമാർ പറഞ്ഞു, ഇവരുടെ നേതാവല്ലേ, കേരളം നടത്തുന്ന സമരം ശരിയാണ് എന്ന് പറഞ്ഞു.